നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന് ഇത്തവണ ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ തുടക്കമാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലാലിഗയിൽ 2-ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത്. എൽ ക്ലാസിക്കോയിൽ ഒരു വലിയ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. മാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇതിനോടകം തന്നെ 2 തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും റയലിനെ സംബന്ധിച്ചിടത്തോളം അത്ര പരിചിതമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു മികച്ച തിരിച്ചുവരവ് അവർക്ക് ഇപ്പോൾ ആവശ്യമാണ്. ഈ സീസണിൽ റയൽ നടത്തുന്ന മോശം പ്രകടനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മധ്യനിരയിലെ ജർമ്മൻ സൂപ്പർ താരമായിരുന്ന ടോണി ക്രൂസിനെ നഷ്ടമായി എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസൺ പൂർത്തിയായതോടുകൂടി ടോണി ക്രൂസ് ഈ ഒരു ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വിടവ് നികത്താൻ റയലിൽ ഇപ്പോൾ ആർക്കും സാധിക്കുന്നില്ല. അതായത് മധ്യനിരയിൽ ഇപ്പോൾ ക്രിയേറ്റിവിറ്റി ഇല്ല. ബോൾ പ്ലേയിങ് കപ്പാസിറ്റിയുള്ള ഒരു മധ്യനിര താരത്തെ റയൽ മാഡ്രിഡ് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ആ സ്ഥാനത്തേക്ക് റയൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് മറ്റൊരു ജർമ്മൻ സൂപ്പർ താരമായ ഫ്ലോറിയാൻ വിഡ്സിനെയാണ്. പ്രമുഖ മാധ്യമമായ ESPN ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഇപ്പോൾ റയൽ മാഡ്രിഡ് വേഗത വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യവും ഇപ്പോൾ ESPN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ജർമ്മൻ ക്ലബ്ബായ ബായർ ലെവർക്യൂസന് വേണ്ടിയാണ് ഫ്ലോറിയാൻ വിഡ്സ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ ഗംഭീര പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ സീസണിലും മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. 10 ലീഗ് മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 3 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ജനുവരിയിൽ അദ്ദേഹത്തെ കൊണ്ടുവരൽ ബുദ്ധിമുട്ടാണ് എന്നത് റയലിന് തന്നെ അറിയാം. വരുന്ന സമ്മറിൽ അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളായിരിക്കും റയൽ മാഡ്രിഡ് നടത്തുക. പക്ഷേ ബായർ ലെവർക്യൂസന് വലിയ ഒരു തുക അവർ നൽകേണ്ടി വന്നേക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും വിഡ്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മധ്യനിരയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരമാകും എന്നാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.